ഒരു ത്രട്ടണിങ് കോൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു മാറ്റർ? സാധാരണ രീതിയിലുള്ള നിന്നെയും കൊല്ലും നിന്റെ ഭാര്യയെയും കൊല്ലും എന്ന മട്ടിൽ 2 പോലീസുകാരെ ഞാൻ സെക്യൂരിറ്റി ഇട്ടിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സ് വല്ലതും? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരി. എന്താ കേശവൻ നായരെ, സുഖാണോ? ആ, ഇങ്ങനെയൊക്കെ കൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഉഷ എവിടെ? അകത്തുണ്ട്, കിടക്കാന്നാ തോന്നണേ. ഇതെന്താണ് കുട്ടി? ചേച്ചി, നിന്നെ ഒന്ന് കാണാൻ തന്നെ വന്നതാ. ഏതോ ഫോൺ കോൾ ഉണ്ടായിരുന്നു വിചാരിച്ച് നീ ഇങ്ങനെ ഭയന്നാലോ? ഫോൺ കോളോ? ഹരി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പുത്തിരിയൊന്നും അല്ല. എപ്പോ വന്നു? ദാ ഇപ്പൊ ഒന്ന് കരുതയുള്ളൂ. അല്ല, ഹരിയന്റെ ഈ ത്രട്ടണിങ് കോളിന്റെ കാര്യം ഉഷയോട് പറയാഞ്ഞത്? വെറുതെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതി. എന്നാലും മോശമായി പോയി. 2 പോലീസുകാരെ വീടിന് മുമ്പിൽ കാവൽ നിർത്തിയിട്ട് അവളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? ഇവിടുള്ള പെൺകുട്ടി പുറത്ത് ചാടാതിരിക്കാൻ കാവൽ നിർത്തിയിരിക്കുകയാണെന്നല്ലേ കരുതൂ. ഉഷ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ബോറടിക്കല്ലേ? ഒന്ന് ഫ്രഷ് ആകട്ടെ, ഞങ്ങളൊന്ന് ചുറ്റിയിട്ട് വരാം. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. ലേറ്റ് ആകരുത്. നോ. ജാക്ക്, come on. ഞങ്ങൾ ഇറങ്ങുന്നു. കേശവൻ നായരെ. എന്താ സാർ? ഒന്നുമില്ല. ഓഹോ. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാമോ? ഇതെവിടെ പോയിരുന്നു? ഗൾഫിലേക്ക് പോകുന്ന എന്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അവർ ഹോട്ടലിൽ നിന്ന് എന്നെ വിളിച്ചു. അവർക്ക് കൊണ്ടുപോകാൻ കുറെ ക്യൂരിയോസ് വാങ്ങണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാനും 1-2 പീസ് വാങ്ങി. അയ്യോ, എന്താടോ ഈ ശവം എവിടെ പോയി കിടക്കുക? ഒന്ന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി എത്ര നേരം കുത്തിരിക്കുക? തനിക്ക് സന്ധ്യ ആയാ പിന്നെ ഈ വെള്ളം അടിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. എനിക്കങ്ങനെ സന്ധ്യ ആവണമെന്നൊന്നുമില്ല. നേരം വെളുത്താ മുതൽ ഇത് തന്നെയാ വിചാരം. പക്ഷെ എന്ത് ചെയ്യാൻ, പണി ഇതായി പോയില്ലേ? കൊണ്ടുവന്നു പണ്ടാരകാലൻ. ഓ, എവിടെയായിരുന്നു കഴുത ഇതുവരെ? അയ്യോ, മിന്നലല്ലേ? ഉണ്ട്. ഇല്ല, വേണ്ട സാർ. ഇപ്പൊ വരും, ഇപ്പൊ വരും. ഹരിസാറ് എന്താണ് ഇത്ര ലേറ്റ്? എന്താ രണ്ടുപേരും ഇവിടെ? മാധവൻ സാറിനെ കാണാൻ വന്നതാ. ഇരിക്കാൻ പറഞ്ഞിട്ടാ പോയത്, അതുകൊണ്ടാ നിൽക്കുന്നത്. മിന്നൽ എവിടെ പോയി? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലേടോ? ആവോ. അതെ 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 അതെ. കൊണ്ടു ചതിച്ചു. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. തുടങ്ങിക്കോ. സാറെവിടെ പോയി? എന്താ ചെയ്യ? പുതിയ പാർട്ടിയാണല്ല. ഒരു തേൻ മേടിക്കാൻ പറഞ്ഞിട്ട് റമ്മ് വാങ്ങിച്ചോണ്ട് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത അതുകൊണ്ട് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, സാറെ പോന്നു. എങ്കിൽ പിന്നെ ആ, രണ്ട് ഗ്ലാസ് എടുക്ക. സാറ് ആ മതി. താൻ ഇതുവരെ പോയില്ലേ? പോയാ പിന്നെ ഇവിടെ നിൽക്കുവോ? കള്ളു കുടിക്കാൻ കിട്ടാത്തതിലുള്ള ദുഃഖം ഒരു നോൺ വെജിറ്റേറിയനായ സ്വാമി സാറിന് മനസ്സിലാവില്ല. സ്വാമി സാറ് പോ. താൻ ഇവിടെ നിന്നോട്ടോ. മിക്കവാറും തനിക്ക് നാളെ എന്തെങ്കിലും നോക്കും, ഉറപ്പാ. അല്ലാതെ ഇപ്പൊ എന്തോ ഒക്കുവെന്നോ? എന്തൊക്കുന്നു ഇപ്പൊ? സാറേ, സാറേ സോഡയില്ല, വെള്ളം മതി. ഐസ് വാങ്ങിപ്പിക്കാം. വേണ്ട. Cheers.
സാറിനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മിന്നൽ എന്താ നിക്കുന്ന? ഞാനല്പം ഫാസ്റ്റാ. സാറേ, എന്താ ഇവിടെ ഈ നടക്കുന്നത്? എത്ര കൊലയാ, പത്രങ്ങൾ എന്തൊക്കെയാ എഴുതുന്നത്? ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന്റെ പേര് ഇത്തിരി ഡള്ളാ. നമുക്കത് മാറ്റാം. ഒഴികെ ഐ എം സോറി. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. സാർ ക്ഷമിക്കണം. നമുക്ക് ആ ബന്ധം വേണ്ട. ഏത് ബന്ധം? ഞാനിപ്പോ കണ്ടു സാറിന്റെ മിസ്സിസും കമ്മീഷണറുടെ ഭാര്യയും കൂടി ഒരുമിച്ചൊരു കാറിൽ പോകുന്നത്. അത് വേണ്ട. അവര് ആ സ്ത്രീ ശുദ്ധ പിഴയാ സാറേ. സാറ് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അവരെ കുറെ കാലമായിട്ട് അറിയാം. ചോറ് വിളമ്പട്ടെ? എന്താ ഉറങ്ങാൻ ധൃതിയായ? അല്ല, ഉഷക്കുഞ്ഞ് ഇതേവരെ വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കുഞ്ഞു വന്നു തോന്നുന്നു. ലേറ്റായി, ഞാൻ കയറുന്നില്ല. ബൈ ആന്റി. ബൈ. സോറി ഹരിയേട്ടാ, ഇത്തിരി ലേറ്റായിപ്പോയി. ചോറെടുത്ത് വെക്കട്ടെ? വിശപ്പുണ്ടെങ്കിൽ കഴിച്ചോളൂ. സോറി, ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ഫിറ്റാണല്ലോ. അതെ, ഫിറ്റാകാൻ വേണ്ടി തന്നെ കുടിച്ചത്. ആരോ കളിപ്പിക്കാൻ ഫോൺ ചെയ്തതായിരിക്കും. അതോർത്ത് ഹരിയേട്ടൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ വിഷമമാണെങ്കിൽ പ്രേമാന്റി പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിരുന്നോളാൻ. എന്നോട് വലിയ കാര്യാ. എന്തൊരു നല്ല സ്ത്രീയാണവര്. ഹരിയേട്ടൻ എന്തോന്നും മിണ്ടാത്തെ? കേശവന്നാരെ, എന്തോ? കേശവന്നാരെന്താ കമ്മീഷണറുടെ വീട്ടിൽ നിന്ന് പോരാൻ കാരണം? എനിക്കെല്ലാം അറിയാം. കേശവന്നാര് പറഞ്ഞോളൂ. നമുക്കൊന്നും അവിടെ പറ്റില്ല. അതെന്താ? അതിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയുക? ആ സ്ത്രീ ശരിയല്ല. ഹലോ ഹലോ,
ഹലോ. റോങ് നമ്പർ. അല്ല, അന്ന് ഉഷയുടെ ഫ്രണ്ട്സ് ഏത് ഹോട്ടലിലാ താമസിച്ചിരുന്നത്? ഹോട്ടൽ സീപ്പേൾ. ഏത് റൂമിലായിരുന്നു? അറിയില്ല, ഞാൻ ചെല്ലുമ്പോ അവര് ലോബിയിൽ നിൽക്കുകയായിരുന്നു. അത് യാത്ര അയക്കാൻ ചെന്നപ്പോഴല്ലേ? ആദ്യത്തെ ദിവസം അവരുടെ കൂടെ റൂമിൽ പോയെന്നോ ഭക്ഷണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞല്ലോ. അന്നും അവർ ലോബിയിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. റൂം നമ്പർ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഉഷ ചെല്ലുമ്പോഴൊക്കെ അവർ ലോബിയിലായിരുന്നു. ശരി, ഉഷയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പത്മിനി. ഹസ്ബൻഡിന്റെ? വിജയകുമാർ. ഓക്കേ ഓക്കേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ ഹോട്ടൽ സീപ്പേളിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഉന്നത സ്ഥലങ്ങളിൽ വളരെ സ്വാധീനമുള്ളവരാ അതിന്റെ പാർട്ട്നേഴ്സ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ തോക്ക് കച്ചവടം ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരു 2-3 കൊല്ലം മുമ്പ് നമ്മുടെ കമ്മീഷണർ തന്നെ കുറച്ച് തോക്കുകൾ പിടിച്ചെടുത്തു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെറുതെ വിടേണ്ടി വന്നു. പിന്നെ ബഡാ പാർട്ടികളുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണ്. എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അല്ല, സാറെന്താ പെട്ടെന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചത്? കൊലപാതകങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ, കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ റൂം എടുത്ത മിസ്റ്റർ വിജയകുമാറിന്റെ ഫാമിലിയുടെ പേര് ഇത് കാണുന്നില്ലല്ലോ. അവർ തിങ്കളാഴ്ചയാണ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ അങ്ങൊരു ഫാമിലി ഇവിടെ താമസിച്ചിട്ടില്ല. രജിസ്റ്ററിൽ പേര് ചേർക്കാതെ റൂം കൊടുക്കാറുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ല സാർ. വിജയകുമാറും ഫാമിലിയും ഹോട്ടൽ സീപ്പേളിൽ ഉഷ പറഞ്ഞ ദിവസം താമസിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ആ ഹോട്ടലും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട്. സാർ അവിടെ നിന്ന് പിടിച്ചെടുത്ത തോക്കുകളൊക്കെ മടക്കി കൊടുക്കേണ്ടി വന്നില്ലേ? അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കൊലപാതകി ഉപയോഗിക്കുന്നത് എന്നാണ് എന്റെ ബലമായ സംശയം. അതുകൊണ്ട് ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, പക്ഷേ യു മസ്റ്റ് ബി വെരി കോഷ്യസ്. സർ, ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒന്നും വെക്കണ്ട. എനിക്ക് നല്ല സുഖമില്ല. തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ പറയണത് കുക്കിംഗ് വേണ്ടാന്ന്. ഗുഡ് ഈവനിങ്. ഇവിടെ നല്ലൊരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട്. ഉഷയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട. ഉഷ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെയാണ് ഉഷയുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ശനിയാഴ്ച താമസിക്കണമെന്ന് ആഗ്രഹിച്ചത്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി.
ഇതൊക്കെ ഒരുതരം എക്സിബിഷനിസം അല്ലേ? ആത്മാർത്ഥത കുറയുമ്പോഴാ പ്രകടനം കൂടുന്നത് അല്ലേ? പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അതല്ലേ ശരി? എന്താ ടേബിൾ മാനേഴ്സ് ഒക്കെ മറന്നോ? സോറി. ഓക്കെ, എല്ലാറ്റിനും കൂടെ അവസാനം ഒരു സോറി. ഈ നിസ്സാര കാര്യത്തൊന്നും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താ വല്ല ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്നുണ്ടോ? കേശവനാരെ, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാ, ഒന്ന് ഗവനിച്ചോണം. മറ്റേ പക്ഷേ ഞാന് ആ ടെലിഫോൺ ഇൻഡെക്സ് ബുക്കിൽ നിന്ന് മിസ്റ്റർ രാമനാഥന്റെ നമ്പർ നോക്കി പറയൂ. ത്രീ 51528. പിഴച്ച സ്ത്രീകളെ കൊല്ലുക എന്ന ദൗത്യം ഏറ്റെടുത്ത എന്റെ അടുത്ത ഇര താങ്കളുടെ ഭാര്യയാണ്. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാം. ഹലോ, സാർ എത്തിയിട്ടില്ല, വരാറായി. ഹലോ, ഉഷയില്ലേ? ഇപ്പൊ തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോയല്ലോ സാർ. എത്തിയില്ലേ? ഇല്ല. വീട്ടിലുണ്ടാവും. കയറ. എന്റെ പൊന്നെ ഹരിയേട്ടാ, എന്നെ രക്ഷിക്കണം. എന്താ ഉഷയത്? എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നത് പേടിച്ചിട്ടാണ് ഹരിയേട്ടാ. എന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നോടല്ലാതെ ഉഷ വേറെ ആരോടാ പറയുക? ഞാൻ എല്ലാം പറയാം ഹരിയേട്ടാ. എന്താന്ന് വെച്ചാ പറയൂ. എന്റെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നെന്ന് ഞാൻ വെറുതെ നുണ പറഞ്ഞതാ. സത്യത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാ Please, come in. This way. തനിക്കെന്ത് വേണം? ഒന്നും വേണ്ട.
തുണിയായിരിക്കണം. പോക്കിത്തം പറയുന്നു. സമയമില്ല, വേഗം. അയാൾ ഞങ്ങളെ കൊല്ലുമെന്ന നില വന്നപ്പോ അയാൾ പറഞ്ഞത് ഞങ്ങൾക്കനുസരിക്കേണ്ടി വന്നു. ആ കെട്ടിപ്പിടിക്ക്. തല ശകലം കൂടി അങ്ങോട്ട്. ശകലം ചരിച്ചേ അങ്ങോട്ട്. ആ, ഇനി വേറൊരു പോസ് നോക്കാം. എന്തുകൊണ്ടാ ഉഷേ നീ അന്ന് എന്നോട് ഇതൊക്കെ പറയാഞ്ഞത്? നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ. ശരി, പിന്നെന്തൊക്കെയാ നടന്നത്? അയാൾ ഫോട്ടോ എടുത്തോണ്ട് പോയി. ഞാൻ ഓടി പുറത്തിറങ്ങി കാറിൽ കയറി പോന്നു. എന്നിട്ട് പിറ്റേ ദിവസം വിജയ് വിളിച്ചു പറഞ്ഞു, കാശ് കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ ഒക്കെ പത്രത്തിൽ ഇടിയിപ്പിക്കുമെന്ന്. ഇതൊക്കെ പറഞ്ഞ ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ച ഞാൻ ഓരോ നുണയുണ്ടാക്കി പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിനക്കിതൊക്കെ പറയാൻ തോന്നിയല്ലോ. നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്. ഹരിയേട്ടനോ, കത്ത് കിട്ടിയ ദിവസം മുതൽ ഹരിയേട്ടൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. സത്യം പറ ഹരിയേട്ട, ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഏയ്, ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല. അത് വെറുതെ പറയുക. അല്ലായിരുന്നെങ്കിൽ കത്ത് വന്ന ദിവസം തന്നെ ഹരിയേട്ടൻ എന്നോട് പറയുമായിരുന്നു. എന്തിനാ വെറുതെ ഉഷയെ വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും പറയാഞ്ഞത്. എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ വരാം. ഇന്നിനി പോണോ? പോണം.